മടിയിൽ കനമുണ്ട്, ചങ്കിടിപ്പ് കൂടുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തയ്യാറാക്കിയ ലേഖനത്തിന്റെ ശബ്ദരൂപം. ഏതന്വേഷണവും വരട്ടെ, ആരുടെ ചങ്കിടിപ്പാണ് കൂടുന്നത്? മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നെന്നു ആ പോതിയങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എന്തൊക്കെയായിരുന്നു? പവനായി ഇപ്പോൾ ശരിക്കും ശവമായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ഒന്നാം തരം അധോലോക ഇടപാടാണ് എന്നാണ് CBI പറയുന്നത്. ഇതിൽ കൂടുതൽ ഒരു സർട്ടിഫിക്കറ്റ് പിണറായി സർക്കാരിന് കിട്ടാനില്ല. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിലെ നിഗമനമാണിത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ കുംഭകോണമായി ഈ ഇടപാട് മാറിയിട്ടുണ്ട്. അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചവർ ഇപ്പോൾ അഴിമതിയുടെ ആഴങ്ങളിൽ മുങ്ങിത്താടുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ CBIക്കെതിരെ തിരിഞ്ഞെന്ന് മാത്രമല്ല, രക്ഷ തേടി കോടതിയിലേക്ക് ഓടിയിരിക്കുന്നു. CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതി അഭിഭാഷകൻ KV വിശ്വനാഥനെയാണ് ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ടുവന്നത്. ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു തിരിച്ചടിക്ക് പിണറായി സർക്കാരിന് കാത്തിരിക്കാം. CBI അന്വേഷണത്തിന് സർക്കാർ എതിരില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം പോലും മറന്നുകൊണ്ടാണ് ഇപ്പോൾ എതിർപ്പുമായി രംഗത്തുള്ളത്. പ്രളയസഹായം തേടി മുഖ്യമന്ത്രി 2018 ഒക്ടോബറിൽ UAE സന്ദർശിച്ചപ്പോഴാണ് റെഡ് ക്രസന്റ് 20 കോടി രൂപ പ്രളയബാധിതരെ സഹായിക്കാൻ വാഗ്ദാനം ചെയ്തത്. 2019 ജൂലൈ 11 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റെഡ് ക്രസന്റ് പ്രതിനിധികളും ലൈഫ് മിഷനും തമ്മിൽ ഭവനരഹിതർക്കുള്ള അപ്പാർട്ട്മെന്റ് നിർമ്മിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടു. വടക്കാഞ്ചേരിയിൽ ഈ പദ്ധതിക്ക് സ്ഥലം കണ്ടെത്തുകയും ഹാബിറ്റാറ്റ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. 4 തവണ രൂപരേഖ മാറ്റിമറിച്ചു. ഏറ്റവും ഒടുവിൽ 15 കോടിയിൽ താഴെ ചെലവ് വരുന്ന രൂപരേഖയാണ് നൽകിയത്. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ സംശയമുള്ളതിനാൽ പദ്ധതി പൂർണ്ണമായി നിർത്തിവയ്ക്കാൻ ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടു. കമ്മീഷന്റെ പേരിലാണ് മാറ്റങ്ങൾ വരുത്തിയത്. തുടർന്ന് ഹാബിറ്റാറ്റ് ഔട്ടാകുകയും യുനിടെക് രംഗപ്രവേശം നടത്തുകയുമാണ് ചെയ്തത്. പണം വന്നപ്പോൾ 18.60 കോടി രൂപയുടെ നിർമ്മാണ കരാർ 2019 ജൂലൈ 31 ഒപ്പിട്ടത് UAE കോൺസുൽ ജനറലും യുനിടെക് എന്ന നിർമ്മാണ കമ്പനിയും തമ്മിലാണ്. 500 ചതുരശ്ര അടിയുള്ള 140 അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കാനായിരുന്നു കരാർ. ഹെൽത്ത് കെയർ സെന്റർ നിർമ്മിക്കാൻ 5.25 കോടി രൂപയുടെ കരാറിലും ഒപ്പിട്ടു. ധാരണാപത്രം ഹൈജാക്ക് ചെയ്തുകൊണ്ട് കരാറുണ്ടാക്കി. ഇവിടെയാണ് അധോലോകം പ്രവർത്തിച്ചത്. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ അധോലോക ഉപജാപം അരങ്ങേറി. ഹാബിറ്റാറ്റിനെ കള്ളക്കളിയിലൂടെ പുറത്താക്കിക്കൊണ്ടാണ് കളമൊരുക്കിയത്. തുടർന്ന് പദ്ധതിക്ക് ടെൻഡർ ആവശ്യമില്ലെന്ന് തീരുമാനിച്ചു. യുനിടാക്കിലെ ജീവനക്കാർക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളും സ്വപ്നയുടെ സുഹൃത്തുമായ സന്ദീപ് നായരിൽ നിന്ന് പദ്ധതിയെക്കുറിച്ച് സൂചന ലഭിച്ചു. യുനിടാക് MD സന്തോഷ് ഈപ്പൻ, സ്വപ്ന സുരേഷ്, UAE കോൺസുലേറ്റ് ധനകാര്യ വിഭാഗം മേധാവി ഖാലിദ് എന്നിവർ തമ്മിൽ ധാരണയുണ്ടാക്കിയ ശേഷം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറെ കാണുന്നു. ശിവശങ്കർ ലൈഫ് മിഷൻ CEOയുമായി സംസാരിച്ച ശേഷം കരാർ യുനിടെക്കിന് ഉറപ്പിച്ചു. തുടർന്ന് 20% കമ്മീഷൻ എന്ന ധാരണയിൽ യുനിടെക് 3.8 കോടി രൂപ സ്വപ്നയ്ക്ക് നൽകി. ഇതാണ് ഇടപാടിന്റെ രത്നച്ചുരുക്കം. സ്പേസ് പാർക്കിൽ നിയമനത്തിന് 6 തവണ ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ സ്വപ്ന മുഖ്യമന്ത്രിയെ കണ്ടു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിലുള്ളത്. ഈ കൂടിക്കാഴ്ചയിലാണോ ലൈഫ് പദ്ധതി ഇടപാട് ഉറപ്പിച്ചത്? 6 തവണയല്ലാതെ വേറെയും കൂടിക്കാഴ്ചകൾ ഉണ്ടായോ? മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്രയും വലിയ ഒരു ഇടപാട് നടത്താൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തയ്യാറാകുമോ? തന്നെ ചോദ്യം ചെയ്യണമെന്ന പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി മുൻകൂർ പ്രസ്താവിച്ചത് എന്തുകൊണ്ട്? അന്വേഷണ ഉദ്യോഗസ്ഥരെ വിരട്ടി നിർത്താം എന്ന് കരുതിയാണോ? ശിവശങ്കറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കിണഞ്ഞു ശ്രമിച്ചത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികൾ മറുപടി കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. കമ്മീഷൻ ഇടപാട് ധനമന്ത്രിയും നിയമമന്ത്രിയും മീഡിയ ഉപദേശകനും വരെ അറിഞ്ഞിരുന്നു. ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ചാനലിൽ അന്തിച്ചർച്ചയും നടന്നു. സ്ഥലകാലങ്ങൾ വരെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി ചാനൽ വാർത്ത പുറത്തുവിട്ടത്.
4.25 കോടി രൂപയുടെ കമ്മീഷൻ കൈമറിഞ്ഞു എന്നായിരുന്നു അന്ന് പൊട്ടിച്ച ബോംബ്. 3.8 കോടി രൂപ നൽകിയെന്നാണ് സന്തോഷ് ഈപ്പൻ സമ്മതിച്ചത്. 3.8 കോടിയുടെ ബാക്കിയുള്ള 45 ലക്ഷം രൂപ ആര് കൊണ്ടുപോയി? മന്ത്രിമാരും മാധ്യമ ഉപദേശകനും അതിനുത്തരം പറയേണ്ടി വരും. വടക്കാഞ്ചേരി MLA അനിൽ അക്കര തന്റെ മണ്ഡലത്തിൽ നടന്ന ഈ വൻ അഴിമതിക്കെതിരെ രംഗത്തു വരികയും ശക്തമായി പോരാടുകയും ചെയ്തു. അദ്ദേഹം നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസും CBIയും കേസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. MLAയുടെ പരാതി ആദ്യം സർക്കാർ പരിഗണിച്ചതേയല്ല. UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥയായ സ്വപ്ന നേരിട്ട് നടത്തിയ കാര്യങ്ങളിൽ അഴിമതിയുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് ചോദിച്ചത്. 10 വാർത്താ സമ്മേളനങ്ങളിൽ വിവരം ശേഖരിച്ചു വരുന്നു എന്നു പറഞ്ഞൊഴിഞ്ഞുമാറി. പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ധാരണാപത്രത്തിന്റെ കോപ്പി നൽകിയത്. ലൈഫ് മിഷൻ കുംഭകോണം പുറത്തുവന്ന 48-ാം ദിവസമാണ് സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറായത്. അത് CBI അന്വേഷണം വരുന്നു എന്ന സന്ദേശം കിട്ടിയപ്പോൾ മാത്രം. CBI അന്വേഷണത്തിന് തടയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രതിരോധ നടപടിയായിരുന്നു അത്. വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് CBI അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ സർക്കാരിന്റെ പ്രധാന വാദം. UAE കോൺസുലേറ്റും UAEയിലെ തന്നെ റെഡ് ക്രസന്റ് കമ്പനിയും ഉൾപ്പെട്ട കേസ് കേരളത്തിൽ മാത്രം അധികാരപരിധിയുള്ള വിജിലൻസ് എങ്ങനെ അന്വേഷിക്കും? CBI പോലുള്ള ദേശീയ ഏജൻസിക്ക് പോലും വിദേശത്ത് കേസ് അന്വേഷിക്കാൻ ചില പരിമിതികൾ ഉള്ളപ്പോഴാണ് പിണറായി സർക്കാർ കേരള വിജിലൻസിനെ കൊണ്ട് വിദേശ ഇടപാട് കൂടി ഉൾപ്പെട്ട കേസ് അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നറിഞ്ഞുകൊണ്ടും CBI അന്വേഷണത്തെ എങ്ങനെയും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇങ്ങനെയൊരു കുബുദ്ധി സർക്കാരിനുദിച്ചത്. ലൈഫ് മിഷൻ ഇടപാടിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമന ലംഘനമില്ലെന്ന വാദവും നിലനിൽക്കുന്നതല്ല. നിയമവകുപ്പും ധനവകുപ്പും എതിർപ്പ് പ്രകടിപ്പിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ ശിവശങ്കർ തിടുക്കം കാട്ടിയെന്നും തുടർന്ന് റെഡ് ക്രസന്റും യുനിടാക്കുമായി ഉണ്ടാക്കിയ നിർമ്മാണ കരാർ താൻ അറിഞ്ഞില്ലെന്നും യുനിടാക് നിർമ്മാണ പ്ലാൻ അയച്ചപ്പോഴാണ് കരാറിന്റെ വിവരം അറിഞ്ഞതെന്നുമാണ് ലൈഫ് മിഷൻ CEO അന്വേഷണ ഏജൻസികളെ അറിയിച്ചത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. 200 ഫ്ളാറ്റുകൾ നിർമ്മിക്കാനിരുന്നത് 100ആയി കുറയ്ക്കുകയും വീണ്ടും 140 ആക്കുകയും ചെയ്തു. കമ്മീഷൻ തോതനുസരിച്ചാണ് ഫ്ളാറ്റുകളുടെ എണ്ണം കുറഞ്ഞത്. 60 ഫ്ളാറ്റുകളാണ് കമ്മീഷൻ ഇനത്തിൽ നഷ്ടപ്പെട്ടത്. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ UAEയിലെ സാധാരണക്കാർ സംഭാവന ചെയ്ത വിധവയുടെ ചില്ലിക്കാശാണ് ഈ രൂപത്തിൽ നഷ്ടപ്പെട്ടത്. പാവപ്പെട്ടവരുടെ വീട് കമ്മീഷൻ തുകയായി അടിച്ചുമാറ്റിയ ക്ഷുദ്രശക്തികളെ കയ്യാമം വയ്ക്കുകയല്ലേ നീതിബോധമുള്ള ഭരണാധികാരി ചെയ്യേണ്ടത്? CBIയോ വിജിലൻസോ ആരന്വേഷിച്ചാലും വേണ്ടില്ല, തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നല്ലേ നിലപാടെടുക്കേണ്ടത്? എന്നാൽ അവരെ സംരക്ഷിക്കാൻ ലക്ഷങ്ങൾ ചെലവിട്ട് അഭിഭാഷകരെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. സ്വപ്ന സമ്പാദിച്ചു കൂട്ടിയ സ്വത്തും ആസ്തിയും അമ്പരപ്പിക്കുന്നതാണ്. വലിയ തോതിൽ സ്വർണം, ഡോളർ, സ്ഥലം തുടങ്ങിയവ സമ്പാദിച്ചു കൂട്ടിയതായാണ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ. ഇതിൽ പലതിന്റെയും ഉറവിടം വെളിപ്പെടുത്തിയിട്ടില്ല. ലൈഫ് മിഷനിൽ മാത്രമല്ല, മറ്റു നിരവധി ഇടപാടുകളിൽ അധോലോകം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. പലതിന്റെയും കേന്ദ്രബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കേരളത്തിൽ ഇതുവരെ ഭരിച്ച ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിസഭയും ഇതുപോലൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടില്ല. കൊറോണ കുതിച്ചുകയറുമ്പോൾ സർക്കാർ 10 അന്വേഷണ ഏജൻസികളുടെ ചോദ്യശരങ്ങളിൽ കിടന്നു പിടയുകയാണ്. രാജ്യത്തുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളും ഇപ്പോൾ കേരളത്തിലുണ്ട്. തലയിൽ മുണ്ടിട്ട് മന്ത്രിയും മുണ്ടിടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഏജൻസികളുടെ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നു. മിക്ക ഏജൻസികളും സെക്രട്ടേറിയറ്റിൽ എത്തിക്കഴിഞ്ഞു. അന്വേഷണം ആരിലേക്കൊക്കെ നീങ്ങുമെന്ന് അറിയില്ല. ഉദ്വേഗജനകമായ ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. മന്ത്രിസഭയെ എക്കാലവും നിയന്ത്രിക്കുന്ന CPMഉം വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. സർക്കാരും പാർട്ടിയും ഒരുപോലെ പ്രതിസന്ധിയിലാകുന്നത് ഇതാദ്യം. പാർട്ടി സെക്രട്ടറിയുടെ മകൻ തുടർച്ചയായി അന്വേഷണ ഏജൻസികളുടെ മുന്നിലാണ്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പരവശനായും തളർന്നുമാണ് മടങ്ങുന്നത്. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ഹവാല, കള്ളപ്പണം, അഴിമതി തുടങ്ങിയ എല്ലാവിധ കുറ്റകൃത്യങ്ങളുടെയും നടുവിലാണ് സർക്കാരും പാർട്ടിയും. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും മാർക്സിസ്റ്റുകാരോട് സമാന സ്വഭാവമുള്ള കണ്ണൂർ ലോബി സർക്കാരിലും പാർട്ടിയിലും പിടിമുറുക്കിയപ്പോൾ സംഭവിച്ച അനിവാര്യ ദുരന്തമാണ് ഇത്. ജീർണതയിലേക്ക് കൂപ്പുകുത്തിയ മാർക്സിസ്റ്റ് പാർട്ടികൾ ഒരേ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ ചുവന്ന തുരുത്തും മായുന്നു.
ചുവന്ന സൂര്യൻ അറബിക്കടലിൽ അപ്രത്യക്ഷമാകാൻ അധിക സമയമില്ല.